രോഹിതേട്ട കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ണൂരിൽ കെ സുധാകരൻ പാർട്ടി വിടുന്നു. കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. കെ സുധാകരന്റെ അടുത്ത വൃത്തങ്ങൾ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ BJPയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും. അപ്പോൾ ചിത്രം ഏകദേശം പൂർണ്ണമായി. പറഞ്ഞ കൺഫ്യൂഷൻസ് എല്ലാം മാറി. കണ്ണൂരിൽ വീണ്ടും കേസ്. വാർത്തകൾക്ക് കാർഡടിക്കുന്നവർക്ക് അറിയില്ലല്ലോ ആരാണ് കെ സുധാകരൻ എന്നും കെ സുധാകരൻ എന്താണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത്. സുധാകരൻ ഒരു പക്ഷേ സീറ്റ് നിഷേധിച്ചാൽ പോലും പാർട്ടി വിട്ടു പോകാൻ സുധാകരന് സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സുധാകരന്റെ ആഗ്രഹം അത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലങ്ങൾ സുധാകരന്റെ വ്യക്തിബന്ധങ്ങൾക്കും പോലും മാറ്റിവെച്ച് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി അകറ്റി നിർത്തിയ ഇടതുപക്ഷക്കാരുണ്ട്. ഇവിടുത്തെ ചിരിച്ചുകൊണ്ട് പൗഡർ പൂശി വെള്ളയും ഇട്ട് നടക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാർക്കും, ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല, പലർക്കും നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ തോളത്ത് കൈയിടാനും അവരുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും ഒക്കെ ആഗ്രഹമുള്ളപ്പോഴും, ഇതൊക്കെ രാഷ്ട്രീയ മര്യാദയാണെന്ന് അവർ പറയാതെ പറയുമ്പോഴും ഒക്കെ സുധാകരന് ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇടത്തും വലത്തും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചവരെ, നിന്നവരെ വെട്ടിത്തള്ളിയ, കൊന്നുതള്ളിയ, ചോര വീഴ്ത്തിയ ഇടതുപക്ഷ പാർട്ടിയോട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട്, സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരോട് സന്ധിയില്ലാ സമരം ജീവിതം നയിക്കുന്ന നേതാവിന്റെ പേരാണ് കെ സുധാകരൻ. ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി വാതിൽ തുറന്നിട്ടപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സിംഹം ആ വാതിൽ വഴി ഇറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ കൊങ്ങുകളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങൾ വലിയ രീതിയിൽ ഖോഖോ മുഴക്കുമ്പോൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിൽ വർഗീയതയുടെ വിഷം തെളിക്കാൻ സുധാകരനെ കൂടെ കൂട്ടാൻ ഇറങ്ങിയ BJPക്കാരോട് പറയട്ടെ, വന്നു കയറിയവരെയെല്ലാം വിരുന്നു വന്നവരെയെല്ലാം വീട്ടുകാരാക്കി നിങ്ങൾ നിരത്തിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അപ്പുറത്തേക്ക് 140 മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയും, ഏത് പ്രസ്ഥാനവും, ഏത് മുന്നണിയും നിർത്തിയ സ്ഥാനാർത്ഥികളെക്കാൾ മേൽമയുണ്ട് ഇപ്പോൾ. വാശിയുടെ പുറത്താണെങ്കിലും, വാശി പിടിച്ചിട്ടാണെങ്കിലും, നിർബന്ധിച്ചിട്ടാണെങ്കിലും സുധാകരന് കിട്ടുന്ന കണ്ണൂർ സീറ്റിന്. കാരണം കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിൽ ഇത്തവണ ത്രിവർണം പുതപ്പിക്കാൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കും. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ മറ്റേത് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനേക്കാൾ ആവേശമുണ്ടാകും കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഈ പറയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിൽ മത്സരിക്കുമ്പോൾ. കാരണം ഇന്നലെ ഒരു റോഡ് ഷോ നടന്നിരുന്നു കണ്ണൂരിൽ. കേരളത്തിന്റെ ആദരണീയനായ, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി സർക്കാർ 3.0 പ്രതീക്ഷിച്ചൊരു തുടർഭരണം പ്രതീക്ഷിച്ചുകൊണ്ട് പിണറായി വിജയൻ മാത്രം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി കണ്ണൂരിന്റെ മണ്ണിൽ മുഖ്യമന്ത്രി ഇന്നലെ ഒരു റോഡ് ഷോ നടത്തി. ആവേശം ഉജ്ജ്വലം എന്നൊക്കെയായിരുന്നു ക്യാപ്ഷനുകൾ. അതിനുശേഷം ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നാലോചിക്കണം, ആ കണ്ണൂരിൽ ആ പറയപ്പെടുന്ന ധർമ്മടം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ണൂരിന്റെ MP ആയി ശബ്ദമുയർത്തുന്നത് ഇതേ കെ സുധാകരനാണ്. വെറുതെ അങ്ങ് ജയിച്ചു പോയതല്ല കേട്ടോ. 1 വോട്ടിനോ 1000 വോട്ടിനോ 2000 വോട്ടിനോ 10000 വോട്ടിനോ ജയിച്ചു പോയതല്ല കെ സുധാകരൻ. ബഹുഭൂരിപക്ഷത്തിൽ ജനമനസ്സുകൾ കയറിക്കൊണ്ട് ധർമ്മടം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്ന നേതാവിന്റെ പേരാണ് കെ സുധാകരൻ. കണ്ണൂരിന്റെ മണ്ണിൽ, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ കോർപ്പറേഷൻ UDF ഭരിക്കുമ്പോൾ കണ്ണൂരിന്റെ ജനപ്രതിനിധിയായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് UDF പ്രതിനിധി, കോൺഗ്രസിന്റെ പ്രതിനിധി നടന്നു പോകുന്നുണ്ടെങ്കിൽ കണ്ണൂരിന്റെ നിയമസഭാ മണ്ഡലത്തിലും ആ ത്രിവർണം പുതപ്പിക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് കെ സുധാകരൻ പറയുന്നത്, എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം. മറ്റു പലരും ചോദിച്ചു അദ്ദേഹത്തിന് മറ്റാരുടെയെങ്കിലും പേര് പറയുമായിരുന്നു. അങ്ങനെയല്ല. കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി കൈവശം വെച്ചു പോരുന്ന ഇടതുപക്ഷത്തിന്റെ ഇടതുകോട്ട ഇളക്കാൻ സാധിക്കുന്ന നേതാവിന്റെ പേര് തന്നെയാണ് കെ സുധാകരൻ. കുമ്പക്കുടി സുധാകരൻ അങ്ങനെ അങ്ങ് പാർട്ടി വിട്ടു പോകുമെന്ന് ദിവാസ്വപ്നം കണ്ടവരുടെയൊക്കെ വായടപ്പിക്കുന്നു കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധി സുധാകരനെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് വാർത്ത വരുന്നു. രാഹുൽ ഗാന്ധിയോ സുധാകരനോട് മുഖം തിരിക്കുന്നു. ആരും സുധാകരനുമായി മിണ്ടണ്ട, സുധാകരന്റെ നിലപാട് അറിയണ്ട, സുധാകരൻ എന്ത് വേണമെങ്കിലും കാട്ടിക്കോട്ടെ. അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റുന്ന നേതാവല്ല കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കെ സുധാകരൻ എന്ന ബ്രാൻഡ് നെയിം. കുമ്പക്കുടി സുധാകരൻ റിട്ടേൺസ്. കുമ്പക്കുടി സുധാകരൻ കണ്ണൂരിന്റെ MP ആയിരിക്കുന്ന കുമ്പക്കുടി സുധാകരൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. നോക്കൂ, UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നതിനെതിരെയായിരുന്നു കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഇവിടുത്തെ മാധ്യമങ്ങളിലെ ചർച്ചയെങ്കിൽ കോൺഗ്രസ് തകർന്നടിക്കാൻ പോകുന്നു, UDF തകർന്നടിക്കാൻ പോകുന്നു. ഈ പറയപ്പെടുന്ന UDFന്
ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം പടിക്കൽ കൊണ്ടുവന്ന് കുടമുടച്ചു എന്ന് പറയുന്നിടത്ത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ഇമേജ് മാറുകയാണ്. ആ ഇമേജ് 140 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും. ആ കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. അതെ, ഇപ്പൊ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പോലും അതുപോലെ തന്നെ ഇപ്പൊ സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ ഇതെല്ലാം ആഘോഷിച്ചിരുന്നു. എനിക്കൊന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവാതിരുന്ന ഒരു ആഘോഷം ഇതിലുണ്ടായിരുന്നു. അതിലൊരു ഭയമുണ്ട്. 100% ഭയമുണ്ട്. CPM ഭയക്കുന്നുണ്ടെങ്കിൽ, അത് എങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ടാകട്ടെ കായികപരമായി ആകട്ടെ വാഗ്വാദങ്ങളുടെ പേരിലാകട്ടെ, എങ്ങനെ ഭയന്നാലും ഇടതുപക്ഷത്തിനോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന കുമ്പക്കുടി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇടതുപക്ഷത്തിന് ഭയമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ആർക്കും വേണ്ട. വിമത ശബ്ദങ്ങൾ ഉയർന്നു കേട്ടിട്ടും പലരും പാർട്ടി വിട്ടുപോയിട്ടും പലരും UDFന്റെ ക്യാമ്പിൽ ചേക്കേറിയിട്ടും കുലുങ്ങിയില്ല ഇടതുപക്ഷം. കാരണം അവരൊരൊറ്റ ബ്രാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തോ വലിയ സംഭവം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതാണ് കോൺഗ്രസിന്റെ മഹത്വം. ഇവിടെ അടിയുണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, തർക്കങ്ങളാകാം, വിതർക്കങ്ങളാകാം, എന്തു വേണമെങ്കിലും ആകാം. പക്ഷെ അവസാനം പാർട്ടി 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമയോടെ നിന്ന് പ്രവർത്തിക്കും. ആ പാർട്ടിയിൽ അടിപ്പാലം വലിയുണ്ടാകും, പിന്നിൽ നിന്ന് കുത്തലുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇവിടെ ആരെയാണ് ഭയക്കേണ്ടത്? നോക്കൂ, ഒരു പാർട്ടി വിട്ടുപോയ ആരെയെങ്കിലും ഇവിടെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? കുലൻകുത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അവര് പോയി, അവരുടെ ഇഷ്ടം, പൊക്കോളൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി അവരെ പറഞ്ഞേക്കും. പക്ഷേ പാർട്ടി എന്തെന്നറിയുന്നവർക്ക് പാർട്ടി പ്രവർത്തകരുടെ ചെയ്ത ഒരു VD സതീശനോ, ഒരു രമേശ് ചെന്നിത്തലയോ, ഒരു KC വേണുഗോപാലോ, ഒരു മല്ലികാർജുന ഖാർഗെയോ, ഒരു രാഹുൽ ഗാന്ധിയോ, ഒരു K സുധാകരനോ ഒന്നുമല്ലടോ ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ, കർഷക തൊഴിലാളിയുടെ, കശുവണ്ടി തൊഴിലാളിയുടെ, കയർ തൊഴിലാളിയുടെ ഒക്കെ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയാണെങ്കിൽ അതിന് ഇന്ത്യയുടെ ചരിത്രം എഴുതിയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും ആ ഒരു ക്ലീഷേ ഡയലോഗ് നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്ന് പോലും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്നവൻ, അനൗൺസ്മെന്റ് ചെയ്യുന്നവൻ, വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നവൻ, അങ്ങനെ എത്രയോ പേരെ നമ്മുടെ നാടുകളിൽ. അവർക്കൊരാഗ്രഹവുമില്ല. അവർക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങളുടെ പാർട്ടി ജയിക്കണം, ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ടാകണം. ഈ നാടിന്റെ രാഷ്ട്രീയത്തിന് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ അതിനെല്ലാം എതിർ ശബ്ദമായി കോൺഗ്രസ് നേതൃത്വം ഉണ്ടാകണം. അതുകൊണ്ടാണ് അവരൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ എടുക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ കുറെ പാകപ്പിഴകളൊക്കെ വന്നപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരായ കുറെ അമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളും ഒക്കെ അയാളെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? അതാ പാർട്ടിയോടുള്ള സ്നേഹമാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ ഉയർത്തിയ ശബ്ദത്തിനോടുള്ള സ്നേഹമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ധാർമ്മികതകൾ വെച്ചു പുലർത്തണം. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഒരു KB ഗണേഷ് കുമാർ ആയാലും അങ്ങനെ ആരായാലും രാഷ്ട്രീയത്തിൽ പൊതുവിടത്തിൽ നിൽക്കുമ്പോൾ മര്യാദകൾ വെച്ചു പുലർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രസ്ഥാനം ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തി മറ്റേത് പാർട്ടിയിലാണത് സംഭവിക്കുക? പറയൂ. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത് സംഭവിക്കുമോ? എത്രയോ സ്ത്രീ പീഡന പരാതികൾ ലഭിച്ച ജനപ്രതിനിധികൾ 5 വർഷം തികച്ചു. എത്രയോ പേർ ജയിലിൽ കിടക്കുമ്പോഴും പാർട്ടി മെമ്പർമാരായി തുടരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് ആ പാർട്ടിയുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതെ രോഹിത്തേട്ടാ, ഇപ്പോ നമ്മൾ നേഷൻ ഫസ്റ്റിൽ K സുധാകരന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നും അധികാരത്തിലെത്തുമെന്നും അപ്പോൾ നമ്മൾ വീണ്ടും കാണുമെന്നും എന്നോട് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനുശേഷം BJPയിലേക്ക് അദ്ദേഹം പോകുന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇടതുപക്ഷത്ത് നിന്നുള്ള കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് മേഘ ഇപ്പോൾ BJPയുടെ അടുത്ത MLA ആണോ വിളിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ MLA അല്ല വിളിക്കാൻ പോകുന്നത്. എഴുതി വെച്ചോളൂ, K സുധാകരൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി പോളിംഗ് കഴിഞ്ഞ് വോട്ടർ പെട്ടി ഇലക്ട്രോണിക് മെഷീൻ പൊട്ടിച്ച് വോട്ടെണ്ണി കഴിയുമ്പോൾ ആദ്യം ജയിക്കാൻ പോകുന്ന പേരുകളിൽ ഒന്ന് കണ്ണൂരിന്റെ MLAയുടെ പേരെഴുതി വെച്ചോ, K സുധാകരൻ എന്നാണ്. വേറൊരു അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയട്ടെ, K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആദ്യം പറഞ്ഞ ചാനൽ നേഷൻ ഫസ്റ്റ് ആണ്. മാസങ്ങൾക്ക് മുമ്പ് ആ വാർത്ത കണ്ട് പ്രിയപ്പെട്ട സുധാകരേട്ടൻ K സുധാകരൻ നമ്മളെ വിളിച്ചിരുന്നത് നമ്മൾ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം കണ്ണൂർ ഭാഷയിൽ പറഞ്ഞതും കണ്ണൂർ വരുമ്പോൾ വന്ന് കാണണമെന്ന് പറഞ്ഞതും നെഞ്ചോട് ചേർക്കുന്നു. വിജയത്തിന് ശേഷം K സുധാകരൻ MLA കാണാൻ നമ്മൾ ഒരു പോക്ക് കൂടി പോകും കണ്ണൂരേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് MLA ഹോസ്റ്റലിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. മാത്രവുമല്ല, K സുധാകരൻ പാർട്ടി വിടുമെന്ന് പറഞ്ഞപ്പോഴും K സുധാകരന് പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വാർത്ത എന്താണ്? K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും,
കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്ന് തന്നെയാണ് ഇതാ ഔദ്യോഗികമായി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്.